പരുന്തുപാറയിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് 1000-ലധികം പേർക്ക് നോട്ടീസ് നൽകി. കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മെയ് 5-ന് പൂർത്തിയാക്കും. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് പരുന്തുപാറയിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. മഞ്ചുമല, പീരുമേട് എന്നീ വില്ലേജുകളിലെ 2 സർവേ നമ്പർ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്കാണ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534 ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെ സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. റവന്യൂ രേഖകളും കൈവശക്കാർ ഹാജരാക്കുന്ന രേഖകളും 15 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടിയെടുക്കും. മറ്റൊരു സർവേ നമ്പറിൽ കിട്ടിയ പട്ടയം ഉപയോഗിച്ച് പരുന്തുംപാറയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള സർവേ വിഭാഗത്തിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണ നിരോധനാജ്ഞ മെയ് 5-നാണ് അവസാനിക്കുക. ഇതിനുള്ളിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കും. കയ്യേറ്റം തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. പരുന്തുംപാറയിൽ അനധികൃതമായ റിസോർട്ട് നിർമ്മിച്ച സജിത് ജോസഫിന് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പട്ടയം കൃഷിക്കും വീട് നിർമ്മാണത്തിനും മാത്രമുള്ളതാണ്. ഇവിടെയാണ് 5 ബഹുനില വാണിജ്യ കെട്ടിടം പണിതിരിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.